الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരനുഗ്രഹമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉള്ള അവസരം. അള്ളാഹു മനുഷ്യർക്ക് നിയമമാക്കിയിരിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വളരെ ബൃഹത്തായ ഒരു ഇബാദത്താണ് ദുആ ചെയ്യുക എന്നുള്ളത്. മനുഷ്യർക്ക് പല പല ആവശ്യങ്ങളുണ്ടാകും. ദുനിയവിയായ ആവശ്യങ്ങളുണ്ടാകും, ഉഖ്റവിയായ ആവശ്യങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ ആവശ്യങ്ങൾ തുറന്നു പറയാനും അത് നേടിയെടുക്കാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളുടെ ഇടയിലുള്ള ഒരു തടസ്സം ഒരു പക്ഷേ ഒരു ദുആ മാത്രമായിരിക്കും. ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആ, അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അദ്ഭുതങ്ങളായ കാര്യങ്ങൾ വരെയും മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നു, വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. അല്ലാഹുവേ, വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സഹോദരൻ ഹാറൂനിനെ എനിക്കൊരു സഹായിയായി നിശ്ചയിക്കണം. ഉഷ്ദുദ് ബിഹി അസ്രി, അത് മുഖേന എൻ്റെ മുതുകിന് നീ ശക്തി പകർന്നു നൽകണം. വഅശ്രികുഹു ഫീ അംരി, എൻ്റെ ഈ ദഅവത്തിൽ, എൻ്റെ ഈ റിസാലത്തിൽ, എൻ്റെ നുബുവത്തിൽ നിന്റെ ദീൻ പ്രചരിപ്പിക്കാനുള്ള, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി ദീൻ പറയാനുള്ള ഈ ദൗത്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണം. അതായത് എൻ്റെ കൂടെ അവനെയും നീ നബിയാക്കണം. കൈ നുസബ്ബിഹക കസീറ, ഞങ്ങൾ ധാരാളമായി നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട്, വനദ്കുറക കസീറ, ധാരാളമായി നിന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, ഇന്നക കുൻത ബിനാ ബസീറ, നീ ഞങ്ങളെ കണ്ടു മനസ്സിലാക്കുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ മറുപടി നൽകി, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ, അല്ലയോ മൂസ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇതാ ഉത്തരം നൽകപ്പെട്ടിരിക്കുകയാണ്. അതായത് മൂസ അലൈഹിസ്സലാം തന്റെ സഹോദരനെ നബിയാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരനെ നബിയാക്കി നിശ്ചയിക്കുകയാണ്.
വീണ്ടും കാണാം സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, സക്കരിയ അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, റബ്ബേ നിന്റെ പക്കൽ നിന്ന് ശുദ്ധമായ പരിശുദ്ധനായ നല്ല ഒരു സന്താനത്തെ എനിക്ക് നൽകണമേ. ഇന്നക സമീഉദ് ദുആ, നീ ദുആ കേൾക്കുന്നവനാണ്, ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. ഫനാദത്തുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തിനെ നിയോഗിക്കുകയാണ്. സക്കരിയ അലൈഹിസ്സലാം തന്റെ മിഹ്റാബിൽ നിന്ന് നമസ്കാരം നിർവഹിക്കുമ്പോൾ മലായികത്ത് വിളിക്കുന്നു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്കിതാ സന്തോഷവാർത്ത അറിയിക്കുകയാണ് യഹ്യയെ കൊണ്ട്. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള കലിമത്ത് ഈസ അലൈഹിസ്സലാമിനെ സത്യപ്പെടുത്തുന്നവനായിരിക്കും യഹ്യ. അന്ന വസയ്യിദൻ, യഹ്യ അലൈഹിസ്സലാം സമൂഹത്തിൽ നേതാവായി മാറുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് സമൂഹത്തെ നയിക്കുന്നവനായി മാറുന്നവനാണ്. വഹസൂറ, വളരെ പരിശുദ്ധനായി തീരും. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മ്ലേച്ഛമായ ചിന്തകൾ ഉണ്ടായിരിക്കുകയില്ല. വനബിയ്യം മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായി നബിയുമായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചു. സക്കരിയ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു അല്ലാഹു നല്ല സന്താനത്തിന് വേണ്ടിയിട്ട്. നബിയായ ഒരു സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാമിന് നൽകുകയാണ്. മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം അൽബാനി റഹിമഹുല്ലാ തന്റെ സിൽസിലയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബിയല്ലാഹ് മാ കാന അവ്വലു ബദ്ഇ അംരിക്, എന്തായിരുന്നു താങ്കളുടെ ഈ ദൗത്യത്തിന്റെ നുബുവത്തിന്റെ തുടക്കം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദഅവതു അബി ഇബ്രാഹിം, അതെന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ നിമിത്തമാണ്. വബുശ്റ ഈസ, ഈസ അലൈഹിസ്സലാം സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ നിമിത്തവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അന ദഅവതു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നിയോഗിക്കപ്പെട്ടതാണ്. വകാന ആഖിറ മൻ ബശ്ശറ ബി ഈസ ഇബ്നു മറിയം, എന്നെ സംബന്ധിച്ച് അവസാനമായി ലോകത്തോട് സന്തോഷ വാർത്ത അറിയിച്ചത് മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, റബ്ബേ എന്റെ സന്താനങ്ങളിൽ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ, മക്കയിൽ ജീവിക്കുന്ന അവരുടെ സന്തതികളിൽ ഒരു റസൂലിനെ അവരിൽ നിന്ന് നീ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക്, അവർക്ക് നിന്റെ ആയാത്തുകൾ അവൻ പാരായണം ചെയ്തു കൊടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. വയുസക്കീഹിം, അവരെ സംസ്കരിച്ച് പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യും. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസാണ്, ഹക്കീമാണ്, പ്രതാപമുള്ളവനാണ്, യുക്തിജ്ഞനാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായി മുർസലീങ്ങളുടെ നേതാവായി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദുആഇന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആ, ആ ദുആയായിരിക്കാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെലുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ വേറെയും കാണാം. അതായത് ഒരു പ്രാർത്ഥന നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂൻ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ്, യഹ്യ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിക്കുന്നതായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഉഖറവിയായ ദുനിയവിയായ നല്ല കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാം. പക്ഷെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്ത് ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥൈര്യം ചോദിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ അതിനുള്ള സൗഭാഗ്യത്തിന് ചോദിക്കുക എന്നുള്ളതാണ്. തൗഹീദിന്റെ വക്താക്കളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്, ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ വിശ്വാസിയും നിരന്തരം ഓരോ നമസ്കാരങ്ങളിലും ഓരോ റക്അത്തുകളിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്ന അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണമേ, അതിലേക്ക് നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു നൽകണമേ, ഹിദായത്ത് നൽകണമേ എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്നെ അനുസരിക്കാതെ നിന്നിൽ പങ്കു ചേർക്കുന്നതായ, നിന്റെ കോപത്തിനിരയായ, നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്ന ഉസൈർ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്ന, ഉസൈർ അലൈഹിസ്സലാമിനോട് ഇബാദത്തുകൾ അർപ്പിക്കുന്ന, ഈസ അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യുന്ന, ഈസ അലൈഹിസ്സലാമിന്റെ മാതാവ് മറിയമിനോട് ദുആ ചെയ്യുന്ന, മലക്ക് ജിബ്രീലിനോട് ദുആ ചെയ്യുന്ന നസ്വാറാക്കളുണ്ട്, ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കരുതേ. നിന്റെ ഹിദായത്ത് മുറുകെ പിടിക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന അമ്പിയാക്കളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ഇത് നിരന്തരം ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മുൻഗണനാക്രമം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്തിനാണ് തൗഹീദ് നിലനിർത്താൻ, സുന്നത്ത് മുറുകെ പിടിക്കാൻ, ശിർക്കിൽ നിന്ന് രക്ഷ നേടാൻ ദുആ ചെയ്യുന്നത് എന്തിനാണ്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൗഹീദ് മുറുകെ പിടിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും ശിർക്ക് ഒടിയുന്നതിന്റെ ശ്രേഷ്ഠതയും അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, മൽ മൂജിബതാൻ, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, അനിവാര്യമാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. ഒരാൾ മരിക്കുന്നു, മരിക്കുമ്പോൾ അള്ളാഹുവിന് ഒരു കാര്യത്തിലും അവൻ പങ്കുചേർത്തിട്ടില്ല, ശിർക്ക് ചെയ്യാത്തവനായ നിലയിലാണ് അവൻ മരണപ്പെട്ടത്, എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅ, എന്നാൽ ഒരാൾ മരണപ്പെടുമ്പോൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തവനായിട്ട്, അള്ളാഹുവിൽ പങ്കുചേർത്തവനായിട്ടാണ് മരണപ്പെടുന്നത്, എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹിദായത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വളരെയധികം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് ശിർക്ക് വന്നു ചേരുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തൗതരിബ അലയാതു നിസാഇ ദൗസിൻ അലാ ദിൽ ഖുൽസ. ഈ ഉമ്മത്തിലെ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിനെ അംഗീകരിച്ചിരിക്കുന്ന ഈ ഉമ്മത്തിലെ ചില ആളുകൾ, അവർ ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ, അവർ ഖുൽസ എന്ന് പറയുന്ന ബിംബത്തിന്റെ അടുക്കൽ പോയിട്ട് തിക്കിഞ്ഞെരുക്കിയിട്ടല്ലാതെ, അതായത് സ്ത്രീകൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് അവരുടെ ശരീരം കൂട്ടിമുട്ടുന്ന രീതിയിൽ അതിശക്തമായി തിരക്കിൽ ആ ബിംബത്തെ ആരാധിക്കാൻ പോയിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് തൗഹീദ് സ്വീകരിച്ചിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്ത് അംഗീകരിച്ചിരിക്കുന്ന ഒരു വിഭാഗം പിന്നീട് ശിർക്കിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും, അതിനുശേഷമേ ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും അവസാനിക്കുകയില്ല, അതായത് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ തുഅബദുൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടല്ലാതെ, ലാത്തയും ഉസ്സയും ഇബാദത്ത് ചെയ്യപ്പെട്ടതുപോലെ ജാഹിലിയ കാലത്ത് മുശ്രിക്കീങ്ങൾ എങ്ങനെയാണോ അവകൾക്ക് ഇബാദത്ത് അർപ്പിച്ചത്, ഇതുപോലെ ലാത്തയെയും ഉസ്സയെയും വീണ്ടും ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടല്ലാതെ രാപ്പകലുകൾ ഇല്ലാതെയാവുകയില്ല. ലാത്തയും ഉസ്സയും വീണ്ടും മടങ്ങി വരും,
പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്ത എന്താണെന്ന് ഉസ്സ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, എന്താണ് അവകളെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പ്രമുഖ മുഫസ്സിർ അല്ലാമ ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് ഇമാം ഖുർത്തുബി പറയുകയാണ്, ലാത്ത എന്ന് പറയുന്നത് കാന റജുലൻ യലുത്തു സബീഖ ലിൽ ഹാജ്, ലാത്ത എന്ന് പറയുന്നത് ഹാജിമാർക്ക് പായസം വിളമ്പിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഫലമ്മാ മാത അകഫു അലാ ഖബ്രി, ലാത്ത മരിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഖബറിനരികിൽ വന്ന് ഇഅ്തികാഫിരിക്കാൻ തുടങ്ങി, ഖബറിനരികിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ അർപ്പിക്കാൻ തുടങ്ങി. ഫഅബദു, അങ്ങനെ അവർ എന്ത് ചെയ്തു? ലാത്തക്ക് ഇബാദത്ത് ചെയ്തു എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ശിർക്ക് വരും. ലാത്ത ഇബാദത്ത് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ലാത്തയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഇബാദത്തിൽ മാത്രമല്ല, ലാത്ത എന്ന് പറയുന്നത് ആളുകൾക്ക് പായസം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന് ചുറ്റും ആളുകൾ വന്ന് ഇഅ്തികാഫിരുന്നു, അവിടെ ഭജനമിരിക്കാൻ തുടങ്ങി, അവിടെ ഇബാദത്തുകൾ അർപ്പിക്കാൻ തുടങ്ങി എന്ന് ലാത്തക്കുള്ള ഇബാദത്ത് എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിലും കാണാം. ഇപ്പോൾ ഉത്തര മലബാറിൽ 2 ആഴ്ച മുമ്പ് ഒരാൾ മരണപ്പെടുന്നു. എത്ര വേഗമാണ് അവിടെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ആരാധനകൾ നിർവഹിക്കപ്പെടുന്ന ഒരു ജാറമായി ഖബറായി എത്ര വേഗതയിലാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ്. വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണിത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻ, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇവർ രണ്ടുപേരും ഉദ്ധരിക്കുന്ന ഹദീസ്. അവർ പറയുകയാണ്, ലമ്മാ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വന്നതായ സന്ദർഭത്തിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നിരിക്കുന്ന സന്ദർഭത്തിൽ, തഫിക യത്റഹു ഖമീസതൻ ലഹ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കലുള്ള ചെറിയൊരു തുണിക്കഷണം, അത് തഫിക യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വെപ്രാളം കൊണ്ട് ഈ തുണി നനച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് ഇടക്കിടക്കിടുകയാണ്. മുഖത്ത് കിടന്ന് ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അത് നീക്കും. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുൽ മൗത്ത് വന്ന സമയത്ത് വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഫഖാല വഹുവ കദാലിക്, ഇതേ അവസ്ഥയിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണവെപ്രാളത്തിന്റെ സമയത്ത് ഇതേ അവസ്ഥയിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഏതെങ്കിലും ഖബറുകൾ കെട്ടിപ്പൊക്കിയെന്നല്ല, സ്വാലിഹീങ്ങളുടെ തന്നെ അമ്പിയാക്കളുടെ തന്നെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഉലമാക്കൾ അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, അവർ അമ്പിയാക്കളെ ഇബാദത്ത് ചെയ്തു എന്നല്ല പറയുന്നത്, അവർ സ്വാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്തു എന്നല്ല പറയുന്നത്. അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിനരികിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. അമ്പിയാക്കളുടെ ഖബറിനരികിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. അത് തന്നെ അവരെ ശപിക്കാൻ കാരണമായി എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അവർ ശിർക്കിലേക്ക് പൂർണ്ണമായിട്ട് പോയി എന്നുള്ള കാരണത്താലല്ല, ഖബറുകളുടെ അരികിൽ നിന്ന് അവർ അതിനെ ആരാധനാ കേന്ദ്രമാക്കിക്കൊണ്ട് അതിന്റെ അരികിൽ നിന്ന് അള്ളാഹുവിന് പ്രത്യേകമായ ഇബാദത്തുകൾ അർപ്പിച്ചു. ഇത് കാരണത്താലാണ് അവർ ശപിച്ചത് എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്നിട്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യുഹദ്ദിറു മാ സ്വനഉ, സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്തെ ഇത് പറയുന്നത് എന്തിനാണ്? ജൂത നസാറാക്കൾ അവരുടെ അമ്പിയാക്കൾ മരിച്ചതിന് ശേഷം ഖബറുകൾ ഈ രീതിയിൽ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്ത് ഇത് ചെയ്യരുത്, അവർക്ക് താക്കീത് നൽകാനാണ് ഇപ്രകാരം പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂത നസാറാക്കളെ ശപിക്കുകയും അതിന് കാരണം പറഞ്ഞത് അവരുടെ അമ്പിയാക്കളുടെ ഖബറിനെ എന്ത് ചെയ്തിരിക്കുന്നു? ആരാധനാ കേന്ദ്രമാക്കിയിരിക്കുന്നു. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം ഈസ അലൈഹിസ്സലാമിന് ഖബറില്ല, പിന്നെ എന്തിനാണ് നസാറാക്കളെ അവിടെ ഉൾപ്പെടുത്തിയത്? ആ ചർച്ചയ്ക്കിടയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞു. അതിലൊരു കാരണം ഇതാണ്,
ഫൽയഹൂദു ഇബ്തദഅത്, ജൂതന്മാരാണ് ഈ പണി ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. വന്നസാറ ഇത്തബഅത്, നസാറാക്കൾ അതിനെ പിന്തുടർന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ ബിദ്അത്തിനെ അവർ ഏറ്റെടുക്കുകയുണ്ടായി. വലാ റൈബ, ഒരു സംശയവുമില്ല, അന്നൻ നസാറ തുഅദ്ദിമു ഖുബൂറ കസീരിൻ മിനൽ അംബിയായി അല്ലദീന തുഅദ്ദിമുഹുൽ യഹൂദ്, ജൂതന്മാർ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ടിരുന്ന ഖബറുകളിൽ അധികത്തെയും നസാറാക്കളും ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ അത് തന്നെയാണ് അവർ ശപിക്കാനുള്ള കാരണമെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്ന മിൻ ശിറാരിൻ നാസി, ജനങ്ങളിൽ ഏറ്റവും നാശകാരികളായ ആളുകൾ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ, മൻ തുദ്രികുഹു സ്സാഅ വഹും അഹ്യാ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ആരാണോ ജീവിച്ചിരിക്കുന്നത് ഭൂമുഖത്ത് അവരാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ. അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളാക്കുന്ന ആളുകൾ, ഖബറുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പ്രത്യേക കേന്ദ്രങ്ങളാക്കുന്ന ആളുകൾ, അവരും ഏറ്റവും നികൃഷ്ടരായ മോശമാളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു അക്ബർ. അവർ വലിയ വലിയ അധികാരമുള്ളവരായിരിക്കാം, വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളായിരിക്കാം, സമൂഹത്തിലെ വലിയ നേതാക്കളായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്, ഏറ്റവും നികൃഷ്ടരായ ഷർറ് നിറഞ്ഞ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ ധാരാളം ആളുകൾ കാണും, ഓരോ കുടുംബത്തിലും കാണും, ഖബറുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന് പുറമെ സ്വാലിഹീങ്ങൾക്ക്, അള്ളാഹുവിന് പുറമെ അവന്റെ അടിയാറുകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന, അതിനെ തവാഫ് ചെയ്യുന്ന, അവിടെ നേർച്ചകൾ അർപ്പിക്കുന്ന, അവിടെയുള്ള ആളുകളോട് ദുആ ചെയ്യുന്ന ആളുകൾ ധാരാളം കാണാൻ സാധിക്കും. ഫഖ്റുദ്ദീൻ റാസി പ്രമുഖ മുഫസ്സിറാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് കാണാം. സൂറത്ത് യൂനുസിലെ ഒരായത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഉപകാരത്തിന് കൊള്ളാത്ത, ഉപദ്രവമേൽപ്പിക്കാൻ സാധിക്കാത്ത വിഗ്രഹങ്ങൾക്കാണ് അവർ ഇബാദത്ത് ചെയ്തിരുന്നത്. വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, എന്നിട്ട് ആ മുശ്രിക്കീങ്ങൾ പറയും, ഈ ആരാധ്യർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഞങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അംഗീകരിച്ചവരാണ്. പക്ഷെ അവർ പറയും, ഞങ്ങൾ ഈ വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിക്കുന്നത് ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയും. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഫഖ്റുദ്ദീൻ റാസി പറയുന്നത് കാണാം, ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യർ അങ്ങനെ ചെയ്യുകയില്ല. കേൾക്കാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത വിഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് വിശദീകരിക്കുന്നിടത്ത് ഫഖ്റുദ്ദീൻ റാസി പറയുന്നത് കാണാം, അന്നഹും വദഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാൻ, അവർ ഈ വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ നാട്ടിയിരിക്കുന്നത് അലാ സുവരി അംബിയാഇഹിം അകാബിരിഹിം, അവരുടെ അംബിയാക്കന്മാരുടെ, നേതാക്കന്മാരുടെ രൂപത്തിലാണ്. വസഅമു അന്നഹും മസ്തഗ്ലൂ ബിഇബാദത്തി ഹാദിഹിൽ അസ്നാം, എന്നിട്ട് അവർ പറയുന്നത് ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തിൽ മുഴുകുമ്പോഴെല്ലാം, ഈ തമാസീലുകൾക്ക് ഇബാദത്തിൽ മുഴുകുമ്പോഴെല്ലാം ഫഇന്ന ഉലൈകൽ അകാബിർ തകൂനു ശുഫആ ലഹും ഇൻദല്ലാഹ്, ഈ നേതാക്കന്മാർ, അംബിയാക്കൾ, അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും എന്നുള്ളതായിരുന്നു അവരുടെ വാദം. മാത്രമല്ല ഇത് പറഞ്ഞിട്ട് ഫഖ്റുദ്ദീൻ റാസി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, വനദീറുഹു ഫീ ഹാദാ സമാൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഇപ്രകാരം ഇബാദത്ത് ചെയ്തത് എങ്ങനെയാണോ അതിന് തത്തുല്യമാണ്, അതിന് സമമാണ്. എന്ത്? ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിർ, നമ്മുടെ നാടുകളിൽ നേതാക്കന്മാരുടെ, സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നവരുടെ ഖബറുകൾ, ചില ആളുകൾ, ധാരാളം ആളുകൾ അതിനെ താവീമ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ബഹുമാനിക്കുന്നതിൽ വ്യാപൃതമായിരിക്കുകയാണ്. അല അത്തിഖാദി അന്നഹും ഇദാ അസ്വമു ഖുബൂറഹും, എന്താണ് അവരുടെ വിശ്വാസം? ആ ഖബറുകളെ ബഹുമാനിച്ചാൽ ഫഇന്നഹും യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, ഖബറിൽ കിടക്കുന്ന മഹാന്മാർ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും എന്നുള്ളതാണ് വിശ്വാസം. ഫഖ്റുദ്ദീൻ റാസി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് ഇബാദത്ത് ചെയ്യുന്നതിന് സമമാണ്, തുല്യമാണ്. ആധുനിക കാലത്ത് ആളുകൾ ഖബറുകളെ ബഹുമാനിക്കുകയും അവിടെ ഇബാദാത്തുകൾ, അവർക്ക് ഇബാദാത്തുകൾ ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മുശ്രിക്കീങ്ങൾ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ് എന്ന് വിശദീകരിക്കുകയാണ്. ഇത്
വളരെ ജാഗ്രതയോടെ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പറയാനൊരു കാരണം, ഈ കഴിഞ്ഞ ഹജ്ജിൻ്റെ വേളയിൽ വളരെ ദുരന്തം നിറഞ്ഞ അനുഭവം, 1-2 അനുഭവങ്ങൾ ഉണ്ടായി. ഒരു സ്ത്രീ വഴിതെറ്റിപ്പോവുകയുണ്ടായി, കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയി. 2-3 മണിക്കൂറുകൾക്ക് ശേഷം അവർ ബിൽഡിങ്ങിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ആദ്യം അവർ സുജൂദിലേക്ക് വീഴുന്നു. സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ വിളിക്കുന്നത് റിഫായി ഷെയ്ഖിനെയാണ്, ബദരീങ്ങളെയാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ്. അതിനുശേഷം ആ സ്ത്രീ പറയുകയാണ്, ഞാൻ നിരന്തരം തങ്ങന്മാരുടെ അടുക്കൽ പോകുന്നയാളാണ്, ഞാൻ നിരന്തരം തങ്ങന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നയാളാണ്. പക്ഷേ അവരുമായുള്ള എൻ്റെ ബന്ധത്തിൽ എന്തോ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്, പോരായ്മയുണ്ടായിട്ടുണ്ട്. അത് കാരണത്താലാണ് എനിക്ക് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നഊദു ബില്ലാഹ്. എത്രത്തോളം അപകടം നിറഞ്ഞിരിക്കുന്ന വിശ്വാസമാണ്! അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സമീപിച്ച കാരണത്താലാണ് എനിക്ക് ഈ അപകടം പറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിനു പകരം അവർ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് പുറമെ ആരാധ്യരായി തങ്ങന്മാരെയും അല്ലെങ്കിൽ ഏതെങ്കിലും ജാറങ്ങളെയും കബറുകളെയും ഏറ്റെടുക്കുകയും അതുമായുള്ള ബന്ധത്തിന് കോട്ടം വന്നതുകൊണ്ടാണ് എനിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ദുരന്തം നിറഞ്ഞിരിക്കുന്ന അഖീദയിലേക്ക്, വിശ്വാസത്തിലേക്ക്, അതും ബിദ്അത്തുകളും ശിർക്കുകളും വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സംഘടനകളില്ലാത്ത വളരെ പച്ചയായ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ്. അതായത് ഓരോ മുക്കിലും മൂലകളിലും ശിർക്കും കുഫറും വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുവഹിദീങ്ങളുടെ ദൗത്യം വളരെ വലുതാണ്. മറ്റൊരു ദിവസം ലിഫ്റ്റിൽ സഞ്ചരിക്കുകയാണ്. ഒരു ഹാജി നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചിരിക്കുന്നു. അവിടെ നിന്ന് പറയുന്നത്, സ്പീക്കറിലിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്, അവിടെ നിന്ന് പറയുന്നത്, ഞാൻ ഖാലിദ് ഉസ്താദിനെ ബന്ധപ്പെട്ടിരുന്നു, മധ്യ കേരളത്തിലെ അറിയപ്പെട്ടിരിക്കുന്ന ഒരു സൂഫിയാണ്. ഞാൻ ഖാലിദ് ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ രോഗം. ഉസ്താദ് പറഞ്ഞു പെട്ടെന്ന് മാറിക്കൊള്ളുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വന്നവരാണ് ഹാജിമാർ. അവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവരുടെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത്, അവരുടെ ദുആകളും അവരുടെ ആരാധനകളും നേർച്ചകളും അർപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കാകുമ്പോൾ എത്ര നീചമാണ്, എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടും അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിൽ നിന്ന് വ്യതിചലിക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യവുമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു പ്രാർത്ഥനയല്ല, നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് അമ്പിയാക്കന്മാരുടെ നേതാവ്, അള്ളാഹുവിങ്കൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴെങ്കിലും പറഞ്ഞതല്ല, നിരന്തരം ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന സന്ദേശവും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങളിനി വഴിപഴച്ചു പോകും എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ഇരുവിരലുകൾക്കിടയിലാണ്.
യുഖല്ലിബുഹാ കൈഫ യശാ, ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മാറ്റം വരുത്തിയേക്കാം. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ഹിദായത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം, സ്ഥൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട് വിട്ടിറങ്ങിയാൽ, എപ്പോഴെല്ലാം വീട് വിട്ടിറങ്ങുമോ അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് നോക്കും. എന്നിട്ട് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല, അല്ലാഹുവേ ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട് നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, ആരെങ്കിലും എന്നെ വഴിതെറ്റിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വഅദില്ല ഔ ഉസല്ല, ഞാൻ അറിയാതെ എങ്ങാനും ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട്, അറിയാതെ എങ്ങാനും എന്നെ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, കാവൽ ചോദിക്കുകയാണ്. എപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ട് ഇറങ്ങുന്നുവോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന പറയുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, തൗഹീദിനു വേണ്ടി അതിശക്തമായി രംഗത്തിറങ്ങിയ, അതിശക്തമായി ദഅവത്ത് നടത്തിയ, പ്രബോധനം നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥന, റബ്ബി ജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും സ്വനമുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അകറ്റണമേ, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും രക്ഷപ്പെടുത്തണമേ, അതിൽ നിന്ന് വിദൂരത്താക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ഉലമാക്കൾ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ദുആ ചെയ്തുവെങ്കിൽ എത്രത്തോളം അധികമായിക്കൊണ്ട് നാം അത് ചെയ്യാൻ അർഹരാണ് എന്ന ആ വിഷയത്തിൽ ഉലമാക്കൾ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ, നിങ്ങളിൽ ഷിർക്ക് സംഭവിക്കുന്നത് ഉറുമ്പ് അരിച്ചിറങ്ങുന്നതിനേക്കാൾ ഗോപ്യമായിരിക്കും. ഉറുമ്പ് ധാരാളം പോകുന്നുണ്ടാകും, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും ധാരാളം. ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തിലുണ്ടാകാം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉറുമ്പുണ്ടാകാം, ചിലപ്പോൾ കടി കിട്ടിയാലേ അറിയുള്ളൂ. പക്ഷെ ഉറുമ്പ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി കൊണ്ട് ഷിർക്ക് നിങ്ങളിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. ഷിർക്ക് അത്ര ഗോപ്യമായിട്ട് നിങ്ങളിലേക്ക് വരും. വല്ലദീ നഫ്സീ ബിയദി, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, എന്റെ നഫ്സ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, തീർച്ചയായും ഷിർക്ക് അത് ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്, മറഞ്ഞു വരുന്നതാണ്, നിങ്ങൾ അറിയുകയില്ല. ഷിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ അറിയാതിരിക്കും. അങ്ങനെ രഹസ്യമായി കൊണ്ട് നിങ്ങളിലേക്ക് ഷിർക്ക് വരും. അതുകൊണ്ട് അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻഹു ഖലീലുഹു വകസീറു, ഞാൻ താങ്കൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, അത് താങ്കൾ പ്രവർത്തിച്ചാൽ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും താങ്കളിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ പഠിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് നിന്നോട് രക്ഷ ചോദിക്കുന്നു. എനിക്കറിവുള്ള കാര്യത്തിൽ അറിയുന്നവനായ നിലയിൽ നിന്നോട് ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ എങ്ങാനും എന്നിൽ നിന്ന് ശിർക്ക് വന്നുപോയാൽ അതിനെ തൊട്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനം തേടുകയാണ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശിർക്ക് വിശ്വാസികളിലേക്ക് വരാം. പല ആളുകളും പറയുന്നത്, ഞങ്ങൾ മുസ്ലിം മാതാവിന്റെ പിതാവിന്റെ മക്കളായി ജനിച്ചവരാണ്, നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഞങ്ങളിൽ എങ്ങനെ കുഫർ സംഭവിക്കും, ഞങ്ങളിൽ എങ്ങനെ ശിർക്ക് സംഭവിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്തിലൊരു കാലം വരും, പ്രഭാതത്തിൽ മുസ്ലിമായിരിക്കും, പ്രദോഷത്തിൽ കാഫിറായി പോയേക്കാം. പ്രദോഷത്തിൽ ഒരാൾ മുസ്ലിമായിരിക്കാം, പ്രഭാതത്തിൽ അവൻ കാഫിറായി പോയേക്കാം. അത്ര വേഗതയിൽ ശിർക്ക് നിങ്ങളിലേക്ക് കുഫർ സംഭവിച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജൂതനസാറാക്കളുടെ വഴി നിങ്ങൾ ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് പിന്തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ, ഉടുമ്പിന്റെ മാളം വളരെ ഇടുങ്ങിയതാണ്, മാത്രമല്ല അതിന്റെ ഉള്ളിൽ ധാരാളം വളവുകളും മറ്റുമുണ്ടാകും.
എങ്കിൽ പോലും അവർ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങളും പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ജൂതനസാറാക്കൾ ശപിക്കപ്പെടാൻ കാരണം അമ്പിയാക്കളെ സ്വാലിഹീങ്ങൾക്ക് ഒരു ഇബാദത്ത് ചെയ്തു എന്നുള്ളതാണ്. അവരുടെ കബറിടങ്ങൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നുള്ളത് അവർ ശപിക്കപ്പെടാൻ ഉള്ള കാരണമായി, അവർക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകാൻ ഉള്ള കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ഹൃദയം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ദുആക്കുത്തരം നൽകപ്പെടുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ ആ ദുആകൾ അത്ഭുതം സൃഷ്ടിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ധാരാളം സമയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രിയുടെ അവസാന സമയങ്ങൾ, അർദ്ധരാത്രിക്ക് ശേഷം സുബ്ഹിന് മുമ്പുള്ളതായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ബാങ്ക് വിളിച്ചാൽ തൊട്ടുടനെ പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുക, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്നുള്ള പ്രാർത്ഥന പറയുക. അതിനുശേഷം ഇഷ്ടമുള്ളത് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫർള് നമസ്കാരങ്ങളുടെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഒരാൾ വുദൂ ചെയ്തുകൊണ്ട് ശുദ്ധി വരുത്തിക്കൊണ്ട് ഖിബലയിലേക്ക് അഭിമുഖമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഫാത്തിഹ പാരായണം ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, റുകൂഉകൾ ചെയ്യുന്നു, അതിൽ തസ്ബീഹുകൾ പറയുന്നു, സുജൂദുകൾ ചെയ്യുന്നു, അങ്ങനെ തശഹൂദിലിരിക്കുന്നു, അള്ളാഹുവിനെ സനാ ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുന്നു, അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വളരെ മഹത്തായ സമയമാണ് സലാം വീട്ടുന്നതിന് മുമ്പുള്ളതായ സമയം. ആ സമയത്തുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, അത് അസ്റിന് ശേഷം മഗ്രിബിന് മുമ്പാണ് എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക. ആ സമയങ്ങളിൽ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.